വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എത്തുന്നത്. ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി ബി ജോൺ, കോട്ടയം ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ പാസ്റ്ററാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വാക്കുകളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഈ ആഴ്ച ചർച്ചിൽ ഇന്നർ ഹീലിങ്ങിൻ്റെ ശുശ്രൂഷകൾ നടക്കുകയാണ്. ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാരുടെ വിടുതലുകൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു ശുശ്രൂഷകൾ, പ്രയറുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അനവധി ആൾക്കാരുടെ വിടുതലും ഉന്നതമായ സൗഖ്യവും അനുഗ്രഹത്തിലേക്കുള്ള കാൽവെപ്പും യാഥാർത്ഥ്യമാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അനേക ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൺസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിരവധി കുടുംബങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ വയ്യാത്ത കുറേയധികം ശാപങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ പ്രാർത്ഥിക്കുന്ന, കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലായിരിക്കാം. എങ്കിൽ കൂടിയും നമ്മുടെ ലൈഫിൽ വളരെ സൂത്രത്തിൽ മറഞ്ഞു നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിടിക്കപ്പെടരുത് എന്ന താല്പര്യത്തോടുകൂടെ നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി ഒപ്പം സഞ്ചരിക്കുന്ന ചില എതിരായ അദൃശ്യ ശക്തികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത്തരത്തിലുള്ള ചില ഒളിഞ്ഞുകിടക്കുന്ന ശാപങ്ങളെ പല കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കാണാനും അതിൻ്റെ നിവാരണ ശുശ്രൂഷകൾ ചെയ്യുവാനും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു. നമ്മളുടെ ഈ ചാനലിൽ മണ്ണെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊരു ശുശ്രൂഷ ഞാൻ ചെയ്തത് നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടാവും. മാവേലിക്കരയിൽ നിന്ന് കഴിഞ്ഞ 1.5 ആഴ്ച പുറകിൽ എന്നെ കാണാൻ വന്ന ഒരു സഹോദരി, ആ മേഡം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അവർ ആ ശുശ്രൂഷ കേട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നൊരല്പം മണ്ണെടുത്ത് കയ്യിൽ പിടിച്ച് അത് കേട്ട ശേഷം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവർ വീടിൻ്റെ സൈഡ് വഴി പോകുമ്പോൾ എന്തോ തിളങ്ങുന്നത് കണ്ട് അവർ നോക്കുമ്പോൾ അവരുടെ വീടിൻ്റെ പല ഭാഗത്തു നിന്ന് അവർക്ക് ഈ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന പല തകിടുകൾ, മാന്ത്രിക തകിടുകൾ അവർക്ക് കിട്ടി. ഇത്രമാത്രം ദ്രോഹകരമായ സാധന സാമഗ്രികൾ ഞങ്ങളുടെ ഈ മണ്ണിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയത്തില്ലായിരുന്നു മാസ്റ്ററെ. അവരാ മണ്ണെടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ പരിസരങ്ങളിലുള്ള ഇത്തരം മറഞ്ഞു കിടന്ന സാധനങ്ങൾ പൊങ്ങി വരികയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വിടുതൽ. കോട്ടയത്ത് താഴ്ത്തങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. വള്ളംകളി നടക്കുന്നൊരു സ്ഥലമാണ്. താഴ്ത്തങ്ങാടിയിലുള്ളൊരു ടീച്ചർ ഈ ശുശ്രൂഷ കേട്ട് അവരുടെ വീടിൻ്റെ മുമ്പിൽ ഇറങ്ങി ഒരുപടി മണ്ണെടുത്ത് കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാനിത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അവരുടെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്കൊരു ഡെലിവറൻസ് ഉണ്ടായി. ഒത്തിരി കാലമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമായിരുന്നു, നടക്കത്തില്ലായിരുന്നു. ചിലതിൻ്റെയൊക്കെ കുരുക്കും ലോക്കും ചില ഭാഗങ്ങളിൽ കിടപ്പുണ്ട്. അതഴിയാൻ കറക്റ്റ് ആ പോയിന്റിൽ തൊടുമ്പോഴാണ് ആ കാര്യങ്ങൾക്ക് പൊട്ടലുണ്ടാകുന്നത്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ചില കുടുംബങ്ങൾ ആത്മീകമായി നവീകരണവും വിടുതലും പ്രാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും, അവർ നല്ല ആത്മീക കാഴ്ചപ്പാടിലാണെങ്കിൽ പോലും ചില ശാപങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ശാപകരമായ ഇത്തരം കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന വീടുകളിൽ വെളിപ്പെട്ടു വരുന്ന അടയാളങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഭയപ്പെടുത്താനല്ല, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ യേശുവിൻ്റെ രക്തത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ കാര്യങ്ങൾ കണ്ടെത്തി പിടിച്ചെടുത്ത ആ സാധനത്തെ അതിനെ തീർപ്പ് കൽപ്പിച്ചാൽ മാത്രമേ അതിനുമേൽ നിവാരണമാകുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അശ്രദ്ധമായിട്ട് നടത്തുന്ന ഒരു ജീവിതത്തെ പാലിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. കാരണം അവർ ആ ദുരന്തങ്ങളിൽ തന്നെ തുടരും. എന്നാൽ ജാഗ്രതയോടുകൂടെ, ശ്രദ്ധയോടുകൂടെ ജീവിക്കുന്ന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയും ജീവിതവും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ശ്രേഷ്ഠമാണല്ലോ. അപ്പോൾ ശ്രദ്ധാപൂർവം ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഒരു വിമോചനം പിടിച്ചെടുക്കാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ദൂത് ഞാൻ നൽകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില അദൃശ്യമായിരിക്കുന്ന കരാറുകൾ പിശാചിന് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മളോ നമ്മുടെ പൂർവികരോ ചെയ്തതാകാം. അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അന്യായമായി കൈക്കലാക്കിയ ചില സാധനങ്ങൾ ഒരു പക്ഷേ ചില വീടുകളിൽ കൊണ്ടുവന്ന് പലരും സൂക്ഷിച്ചു വെക്കാറുണ്ട്.
അത് മറ്റു ചിലരുടെ കിടപ്പാടത്തിൻ്റെ ആധാരമായിരിക്കും, മറ്റു ചിലരുടെ സ്വത്തായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അന്യായമായി മറ്റുള്ളവരുടെ അപഹരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന വസ്തുക്കൾ ശുഭമല്ല. അത് ഓർത്തുകൊള്ളണം. ചില വിഗ്രഹാരാധന തന്നെ ബന്ധനമാണ്. അപ്പോൾ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം 16-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. രക്തഹീനതകൾ. ഞാൻ ഇന്നലെ ഒരു കുടുംബത്തിന് വേണ്ടി ചർച്ചിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തു നിന്നും വന്നവരാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എത്തിയതാണ് കുടുംബം. അവരുടെ വിഷയം പ്രയർ ചെയ്യുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടത്, ഈ കറുത്ത മുട്ടനാടിനെ ബലി കൊടുക്കുന്ന കർമ്മങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നൊരു പ്രദേശം. അവർ പറഞ്ഞു അവരുടെ ആ ഒരു ഏരിയയിലെ ഏറ്റവും ശക്തമായൊരു പ്രവൃത്തി അതാണ്. പണ്ടൊക്കെ നരബലി ഉണ്ടായിരുന്നു എന്ന് പോലും കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള മൃഗബലികൾ ആ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള രക്തഹീനതകളിലൂടെ തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിൽ വരുത്താൻ മനുഷ്യർ ചെയ്യുന്ന ദോഷങ്ങളുടെ പരിണിത ഫലം, അതിൻ്റെതായ ശാപങ്ങൾ വളരെ ശക്തമേറിയതാണ്. അനീതിയുള്ള ചില ബന്ധങ്ങൾ, സ്വന്തം പ്രിയപ്പെട്ടവരോടുകൂടെ പാർക്കുമ്പോഴും കൊള്ളുവരാത്ത ചില അഴുക്ക് ബന്ധനങ്ങൾ നിറഞ്ഞ ബന്ധങ്ങൾ പുലർത്തുന്നതൊക്കെ നമ്മുടെ ജീവിതം ശാപകരമായി തീരുന്നതിന് കാരണമാകും. ഇതൊക്കെ ഒരു ആത്മീക ഭാരമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൻ്റെ ആത്മീയതയുടെ ആ ഒരു ലൈറ്റ് വെയ്റ്റ് അവസ്ഥയെ കൂടുതൽ പെയിൻഫുള്ളാക്കുന്ന, സ്ട്രെസ്ഫുള്ളാക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പം ഇതും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പരിണിത ഫലമായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. അതിൻ്റെ ചില അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശാപങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന വീടുകളിൽ വെളിപ്പെടുന്ന അടയാളങ്ങൾ. ഒന്നാമത്തേത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ചില സൈക്കിളുകളാണ്. എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ദോഷത്തിൻ്റെ ചില ചക്രങ്ങൾ, ഒരേ തരത്തിലുള്ള നഷ്ടം, ഏത് കാര്യത്തിനിറങ്ങിയാലും ഒരേ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുക. അത് എത്ര പരിഹരിക്കാൻ നോക്കിയാലും പരിഹരിക്കപ്പെടുകയില്ല. അത് വിടുതലെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരേ തരത്തിലുള്ള നഷ്ടങ്ങൾ. ചില കുടുംബങ്ങളിൽ ഒരേ വയസ്സിലുള്ളവരുടെ മരണമാകാം. ഒരേ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചെത്തുന്ന മക്കൾ, മൂത്ത മോൻ്റെ കുടുംബജീവിതം തകർന്നു, ഇളയാളുടെ തകർന്നു, ചേട്ടൻ്റെ മോൻ്റെ തകർന്നു, അനിയൻ്റെ മകളുടെ തകർന്നു. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് ഇതൊരു കേഴ്സാണ്, ശാപമാണ്. ഒരേ രീതിയിൽ സാമ്പത്തിക മണ്ഡലം തകർന്നു കിടക്കുന്നത്. ഒരു കുടുംബത്തിൽ രക്ഷപ്പെടാൻ മിടുക്കന്മാരായി വിദ്യാഭ്യാസവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരുണ്ട്, പക്ഷേ ഗതി പിടിക്കുകയില്ല. നിങ്ങളറിയണം, ഇത് വിവരിപ്പാൻ കഴിയാത്തൊരു ശാപചക്രമാണ്. അങ്ങനെയുള്ള ഒന്നിൻ്റെ അതികഠിനമായിരിക്കുന്ന പ്രത്യാഘാതം നേരിടുന്നതിനാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഈ വിഷയത്തെ വിടുവിച്ചെടുക്കാൻ പറ്റും. എൻ്റെ ഭാവി മുടിയാതിരിക്കാൻ യേശു എനിക്ക് വേണ്ടി തൻ്റെ നല്ല ഭാവി കാൽവറിയിൽ തകർക്കാൻ ഏൽപ്പിച്ചു എന്ന നിലയിൽ യേശുവിൻ്റെ മരണത്തിലൂടെ എൻ്റെ മുടിവുകൾ മാറി എന്ന നാക്ക് കൊണ്ട് പറഞ്ഞാലേ അത് മാറുള്ളൂ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ക്ലെയിമുകളോ കരാറുകളോ പിശാചിന് അവിടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ചോരയിൽ ഞാനതിനെ റദ്ദ് ചെയ്ത് കളയുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ദുർഭൂതങ്ങൾ പലായനം ചെയ്യുകയും ആ മേഖലകൾ വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്, ശാപങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ വെളിപ്പെടുന്ന അടുത്ത അടയാളം എന്ന് പറയുന്നത് ആഭ്യന്തരമായ കലഹമാണ്. കലഹം, വേർപിരിയൽ, ശത്രുത എന്നുള്ള ഞാൻ പറയാം. കലഹിക്കും, വേർപിരിയും, ശത്രുതയിലാകും. അത് സഹോദരങ്ങൾ തമ്മിലാകും, മാതാപിതാക്കളും മക്കളും തമ്മിലാകും, ഭാര്യയും ഭർത്താവും തമ്മിലാകും. ഏത് വിധത്തിലും കലഹിക്കുക, വേർപിരിയുക, ശത്രുതയിലാകുക. ഇങ്ങനെ നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ പോലും ഈ ഒരു ദോഷവും ദ്രോഹകരമായ അന്തരീക്ഷവും ഭവനങ്ങളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് പലവട്ടം തീർക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ഈ പൊട്ടിത്തെറി മാത്രം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ മേൽ നല്ല പണി കിടപ്പുണ്ട്. ശരിക്കും അത് രക്ഷപ്പെടരുതെന്നുള്ള നിലയിൽ അതിൻ്റെ പുറകിൽ ശരിക്കും കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതിനാലാണ് അങ്ങനെ വരുന്നത്. ഒരു കരുത്തുള്ള ശാപത്തിൻ്റെ സ്വാധീനം ആ ബന്ധങ്ങളെ മൂടി വ്യാപിക്കുന്നതിനാലാണ്
ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജയിക്കാനായി ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. ബൈബിൾ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. അടിച്ച് പിരിയാൻ വേണ്ടി നിൽക്കുന്ന ബന്ധങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ബൈബിൾ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതിനെ പിശാചും വേർപിരിക്കാൻ പാടില്ല, വേർപിരിക്കാൻ തുനിഞ്ഞേക്കരുത്. അപ്പോൾ വേർപിരിയലിൻ്റെയും തകർച്ചയുടെയും വക്കിൽ നിൽക്കുന്ന ഫാമിലി ലൈഫുകളെ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളുടെ നിഗ്രഹ സ്വഭാവത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബന്ധങ്ങളെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം യേശു കാൽവറിയിൽ തിരുരക്തം ഒഴുക്കി മരിക്കുമ്പോൾ, ജീവൻ തരുമ്പോൾ, തൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറക്കാത്ത യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. താൻ പ്രസവിക്കാത്ത തൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് യേശു തൻ്റെ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അപ്പോൾ താൻ തിരുരക്തം ഒഴുകി മരണപ്പെടുന്ന വേളയിൽ, അല്ലെങ്കിൽ ജീവൻ നൽകുന്ന വേളയിൽ, അരുമനാഥനായ നമ്മുടെ കർത്താവ് ഒരിക്കലും രൂപപ്പെടാത്ത ബന്ധങ്ങളെ തൻ്റെ തിരുരക്തം ചൊരിയുന്ന സമയത്ത് രൂപപ്പെടുത്തിയ ആളാണ്. അവിടെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമുണ്ടായി. കർത്താവിൻ്റെ അമ്മയ്ക്ക് യോഹന്നാൻ മകനായി, യോഹന്നാന് കർത്താവിൻ്റെ അമ്മയായി, നമുക്ക് നമ്മുടെ യേശുവിൻ്റെ അമ്മ നമ്മുടെ സ്വന്തം അമ്മയായി, നമ്മളും ആ അമ്മയുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ പോലെ എന്ന പോലെ യേശുവിന് നമ്മളെയും സ്വീകരിക്കാൻ കഴിഞ്ഞു. സഹ ഉദരത്തിൽ പിറന്ന ആളെന്നുള്ളതിൽ സഹോദരന്മാരായി നമ്മളും മാറി. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകിയ നേരത്താണ് ബന്ധങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ ബന്ധങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ബന്ധങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന ദുഷ്ടതയുടെ മേലുള്ള ഉഗ്രമായ വിടുതലാണ് യേശുവിൻ്റെ കാൽവറി മരണത്തിലെ ഈ തിരുമൊഴി പറയുന്ന വേളയിൽ നടന്നിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥന നടത്താൻ. അപ്പോൾ അതിൻ്റെ മേൽ വിടുതലായി തീരും. മൂന്നാമത്, ശാപങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ വെളിപ്പെടുന്ന അടുത്ത അടയാളമാണ് ഈ സ്പിരിച്വൽ അൺറസ്റ്റ് എന്ന് പറയും. അതായത് വീട്ടിലെപ്പോഴും ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക. വീട്ടിൽ കയറിയാൽ സ്വസ്ഥതയില്ല, പെരയ്ക്കകത്ത് കയറിയാൽ തലവേദനയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല, ആര് വീട്ടിൽ വന്നാലും സമാധാനമില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമാണ്, ഒരാരാധനയുടെ അന്തരീക്ഷം വീട്ടിലില്ല, എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ആ മേഖലയിൽ. ഇത് 100% ഒരു സ്പിരിച്വൽ ഹെവിനെസ് അവിടെ നിലനിൽക്കുന്നതിനാലാണ്. ഇത് മാറണം. ബൈബിൾ നമ്മളോട് പറയുന്ന ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പോൾ ഇത് മാറാൻ എന്ത് ചെയ്യണം? അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. വീടിനകത്തൂടെ സ്തോത്രം ചെയ്ത് നടന്നാൽ, പെരയ്ക്കകത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ റൂമിലും സഞ്ചരിച്ചാൽ തന്നെ ഈ അന്തരീക്ഷം മാറും. ചില കാര്യങ്ങൾ കൂടെ ചെയ്യണം. ലാസ്റ്റ് ഞാനത് പറയാം. ശാപങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഭവനത്തിൽ വെളിപ്പെടുന്ന അടുത്ത അടയാളമാണ്, ഫലം ഉറപ്പാണ്, പക്ഷെ എന്നാലും കൈവിട്ടു പോകുന്നു എന്ന് പറയുന്ന സാഹചര്യം. പരിശ്രമിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പായ ഒരു കാര്യം, അത് കിട്ടുമെന്ന് ഉറപ്പാണ്, പക്ഷേ അത് ഡിലേ ആകും. എന്നേലും കിട്ടുമെന്നുള്ളതാണ്. അങ്ങനല്ല, ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതെ ഒരുപാട് കാലത്തിന് ശേഷം കിട്ടുമ്പോൾ അത് ഡിലേ ആണ്. ദ സ്പിരിറ്റ് ഓഫ് ഡിലേനസ്, അത് പലരുടെയും ലൈഫിലൊരു കേഴ്സാണ്. സമയത്ത് കല്യാണം നടക്കുകയില്ല, സമയത്ത് കൊച്ചുണ്ടാകുകയില്ല, സമയത്ത് ജോലി കിട്ടുകയില്ല, സമയത്തൊരു യാത്രയ്ക്ക് ഇറങ്ങാൻ പറ്റുകയില്ല, സമയത്ത് വീട് പണി തീരുകയില്ല, പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യസമയം, ഇങ്ങനെ കിടന്നങ്ങ് നരകിക്കും. ഇത് പാടില്ല. ശക്തമായി പ്രാർത്ഥിച്ച് കയറാൻ നോക്കിയാലും വീട്ടിൽ ഐക്യത ഉണ്ടാകുകയല്ല. ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ നമുക്കിന്ന് തൊട്ടൊന്ന് പ്രാർത്ഥിച്ച് നേരെയാകണം. നീ പ്രാർത്ഥിച്ച്, നീ അങ്ങോട്ട് പ്രാർത്ഥിയില്ലേ. ഈ നിലയിൽ പ്രാർത്ഥിക്കുന്ന മറ്റൊരാളെ വേറെ ഒരാൾ പരിഹസിക്കും. അങ്ങനെ ആ കുടുംബത്തിലെ ഒരു ആത്മീക ഐക്യതയ്ക്കെതിരെ ശത്രു മറ്റുള്ളവരുടെ വായിലൂടെ പുച്ഛത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് പോരാടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ദോഷമാണ്.
കുടുംബങ്ങൾ വിടുവിക്കപ്പെടാനുള്ള വലിയ സാധ്യതകളാണ് ഇതിൻ്റെ പുറകിൽ അണഞ്ഞു പോകുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ വിഷമിക്കും, അയ്യോ എൻ്റെ വീട്ടിലിങ്ങനെയാണല്ലോ. വിഷമിക്കേണ്ട. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി നിന്നെ മാറ്റാമെന്ന് ദൈവവചനം ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ, അതിന് ചെയ്യേണ്ട കാര്യം രാവിലെയും വൈകിട്ടും ദൈവവചനം ധ്യാനിക്കുക. യഹോവയുടെ വചനം രാപകൽ ധ്യാനിച്ചാൽ ഈ അവസ്ഥയെ നമുക്ക് ജയിക്കാം. അപ്പോൾ രാത്രിയിലും പകലും, രാവിലെ പുലർകാലത്തും മധ്യാഹ്നത്തിലും സന്ധ്യാനേരം അല്ലെങ്കിൽ രാത്രിയിലും ദൈവവചനം തുറന്ന് വായിച്ചാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം ഈ വിഷയങ്ങൾ നേരിടുന്നവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനമാണ്. നിങ്ങളൊരു 100 തവണയിലും പറയണം, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി, എനിക്ക് പകരം ശാപമായി. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വേർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി. എൻ്റെ ലൈഫിലെ സകലതും പുതുതായി, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയതാകും. ദൈവം എൻ്റെ ലൈഫിൽ എല്ലാം എനിക്ക് പുതുതാക്കും. ഈ കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ, അന്യായമായി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനങ്ങൾ, മറ്റ് മിഥ്യാമൂർത്തികളെ പ്രീതിപ്പെടുത്തുന്ന വസ്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള അഴുക്കുകളൊക്കെ എടുത്ത് കളയുക. എല്ലാം കളഞ്ഞിട്ട് വീടൊന്ന് ക്ലീൻ ചെയ്ത് അന്തരീക്ഷമൊന്ന് പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് ഒരുക്കി ആത്മീകമായിട്ടൊന്ന് നവീകരിക്കപ്പെട്ട ശേഷം ദൈവത്തോട് അതിനൊക്കെയൊന്ന് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, യേശുവിൻ്റെ രക്തം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട ശേഷം വീടിൻ്റെ അകത്തൊരൽപ്പം ഉപ്പുവെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് തളിക്കണം. അന്തരീക്ഷം പെട്ടെന്ന് മാറുന്ന കാണാം. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു വിശുദ്ധീകരണം നടക്കേണ്ടത് ആവശ്യമാണ്. ഒരൽപ്പം ഉപ്പെടുക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഭവനത്തിൽ തളിക്കുന്നത് കൊണ്ട് എൻ്റെ അന്തരീക്ഷം മാറട്ടെ. 91-ാം സങ്കീർത്തനവും 121-ാം സങ്കീർത്തനവും ഒക്കെ വായിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഗലാത്യ ലേഖനം 3-13, 2 കൊരിന്ത്യർ 5-17 ഒക്കെ വായിക്കുക. പ്രാർത്ഥിച്ച് അങ്ങോട്ട് കയറുക. അവസ്ഥ മാറും. നമ്മളിതിനെ ജയിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ഈ ദൂത് കേട്ടെങ്കിൽ ഇന്നത്തോടുകൂടെ ഇതിന് അവസാനമാണ്. ഇന്നിതിന് തിരശ്ശീല വീഴുന്ന ദിവസമാണ്. ഇനി ഇങ്ങനൊരു കേഴ്സ് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ ബാധിക്കില്ല. നിങ്ങളുടെ വീടിനെ ഇത് തൊടത്തില്ല. അത്തരത്തിൽ ദൈവം ഒരു പരിപൂർണമായ വിടുതൽ ഒരുക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ബന്ധങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷയും ഞങ്ങളുടെ നന്മകളും ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ആയുസ് ആരോഗ്യവും ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ഉറക്കവും ഞങ്ങളുടെ ഉണർവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയുള്ള മൈൻഡ് സെറ്റും ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതിൻ്റെ അകത്ത് കൈകടത്തൽ നടത്താൻ ശ്രമിക്കുന്ന എല്ലാ ശാപത്തിൻ്റെ ദുഷ്ടശക്തികളിൽ നിന്നും ദൈവത്തിൻ്റെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ്റെ തിരുരക്തത്തിൽ ഞങ്ങൾ വിടുതലെടുക്കുകയാണ്. എനിക്ക് വേണ്ടി എൻ്റെ യേശു കാൽവറിയിൽ ശാപമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിലായതുകൊണ്ട് ഞാൻ പുതിയ സൃഷ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ രക്തം എൻ്റെ മേൽ വീണനിൽ അലിഞ്ഞു ചേർന്നതാകയാൽ ഞാൻ സകല ദുഷ്ടദോഷത്തിൻ്റെ വിഷവീര്യത്തിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഐ ആം ഫ്രീ, ഐ ആം ഫ്രീ, ഐ ആം ഫ്രീ. കർത്താവാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാതന്ത്ര്യവും സ്വതന്ത്രതയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ വാക്ക് കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഈ ശാന്തിയും സമാധാനവും പകരണമേ. ഇവർ പ്രാർത്ഥിച്ച് ഭവനത്തിൽ ജലം തളിക്കുമ്പോൾ വിടുതലുകൾ ഉണ്ടാകണമേ. ഇവർ പ്രാർത്ഥിച്ച് ഭവനത്തിലും ഇവരുടെ പരിസരങ്ങളെയും വൃത്തിയാക്കുമ്പോൾ ഇവർക്ക് വലിയ വിടുതലുകളും ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങളും കാണുവാൻ സഹായിക്കണമേ. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടായി വരട്ടെ. ലോകം വ്യാപകമായി ഇത് ചെയ്യുന്ന, ലോകരാജ്യങ്ങളിൽ ഇത് ചെയ്യുന്ന, വിദേശ രാഷ്ട്രങ്ങളിൽ പോലും താമസിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ആത്മാവെ പല കാര്യങ്ങളിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്ക് ഇതൊരു ഡെലിവറൻസ് ആയി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റുള്ളവർക്ക് പങ്കുവച്ചാലും. അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് ഒത്തുകൂടാം. കോട്ടയത്ത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും IMA ഹാളിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നേരിൽ വന്നാൽ നിങ്ങൾക്ക് വലിയ വിടുതലുകളും അത്ഭുതങ്ങളും പ്രാപിപ്പാൻ അത് നിങ്ങൾക്ക് സഹായകമാകും. God bless you. Amen.